നമസ്കാരം. ഓട്ടപ്രശ്നത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് തിരുവനന്തപുരത്ത് വിളപ്പിൽശാലയിൽ കൊല്ലങ്കോണം എന്ന സ്ഥലത്തു നിന്നുള്ള ബിസ്മീൻ എന്ന ചെറുപ്പക്കാരൻ വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിൽ ചികിത്സയ്ക്ക് എത്തിയതിനു ശേഷം പ്രാഥമികമായ ചികിത്സ പോലും ലഭ്യമാകാതെ, ഹാർട്ട് അറ്റാക്കിനുള്ള പ്രാഥമികമായ ചികിത്സ പോലും ലഭ്യമാകാതെ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. യഥാർത്ഥത്തിൽ അത് മരണമല്ല, കൊലപാതകം തന്നെയാണ്. അതായത് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് ഇദ്ദേഹത്തെ കൊണ്ടുചെന്ന സമയത്ത് 10 മിനിറ്റിന് ശേഷമാണ് ഗേറ്റ് പോലും ഇദ്ദേഹത്തിന് കടക്കാൻ പറ്റിയത്. ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഭയമാണ്, അതുകൊണ്ടാണ് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നത് എന്നാണ് അവിടുത്തെ ജീവനക്കാർ പറയുന്നത്. അവിടുത്തെ നേഴ്സും ഡോക്ടർമാരും ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഇദ്ദേഹം 10 മിനിറ്റുകൾക്ക് ശേഷം വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഹൃദ്രോഗത്തിന് അടിപ്പെട്ട അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ആ പേഷ്യൻറ്റിനെ 10 മിനിറ്റുകൾക്ക് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചത് തന്നെ. ഇനി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രാഥമികമായിട്ട് CPR മറ്റു ഒന്നും തന്നെ കൊടുക്കുവാനായിട്ട്, ഫസ്റ്റ് എയ്ഡുകളൊന്നും തന്നെ കൊടുക്കുവാനായിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടറോ നേഴ്സോ ഒന്നും തയ്യാറായില്ല. അവിടെ CPR മറ്റ് ഒരു പ്രാഥമിക ശുശ്രൂഷകളും ഇദ്ദേഹത്തിന് കൊടുക്കാതെ ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. വഴിമധ്യേ ഇദ്ദേഹം മരണപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വളരെ ക്രൂരമായി ഇദ്ദേഹത്തോട് പെരുമാറി. അത് പിറ്റേ ദിവസം തന്നെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ ദൃശ്യങ്ങൾ വളരെ നെഞ്ചിടിപ്പോടു കൂടിയാണ് മനുഷ്യരെല്ലാം കണ്ടത്. അത് കണ്ടു നിന്ന ഭാര്യ വളരെയധികം വെപ്രാളപ്പെട്ട് ഒരാളുടെ ജീവന് വേണ്ടിയിട്ട് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. ആ മരണപ്പെടാൻ പോകുന്ന വ്യക്തിയായ ബിസ്മീൻ തന്നെ പലതവണ തനിക്ക് 2 കുട്ടികളുള്ളതാണ്, എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് കേണപേക്ഷിക്കുന്നുണ്ട്. ഒരു രീതിയിലുള്ള മനുഷ്യത്വവും ആ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായില്ല, ആശുപത്രിയിൽ നിന്നുണ്ടായില്ല. അങ്ങനെ ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. ഒരു രീതിയിലുള്ള മനുഷ്യത്വം അവരെ മനുഷ്യരായി പോലും കണക്കാക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അതിലും ആ ഹോസ്പിറ്റലിലുണ്ടായിരുന്ന ഡോക്ടർമാരെക്കാളും നേഴ്സുമാരെക്കാളും വളരെ ക്രൂരയാണ് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്നാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. അതായത് അവിടെ ഈ ജനങ്ങളെല്ലാം, കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടതാണ്. അയാൾക്ക് ഒരു ചികിത്സയും കൊടുത്തില്ല എന്ന് ജനങ്ങളെല്ലാം കണ്ടതാണ്. എന്നതിന് ശേഷം പോലും ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് പറഞ്ഞിരിക്കുകയാണ്, എല്ലാ രീതിയിലുള്ള പ്രാഥമിക ശുശ്രൂഷകളും കൊടുത്താണ് ബിസ്മീനെ അയച്ചത്, ഒരു രീതിയിലുള്ള പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല എന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ മനുഷ്യത്വഹീനമായിട്ട് പ്രവർത്തനം നടത്തിയ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗമായിട്ട് കൊടുത്തത്. എങ്ങനെയാണ് ഇവർ ജനാധിപത്യപരമായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് അറിയാത്തത്. ഇവിടെ ഈ ആരോഗ്യമന്ത്രിക്കും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തുന്നവരെയൊക്കെ അവർ പറയുന്നത് അവരുടെയൊക്കെയും ചിഹ്നങ്ങളതാണ്, അവരുടെയൊക്കെയും കൊടികൾ അങ്ങനെയാണ് എന്നൊക്കെയാണ്. എന്താണ് ഇവരുടെ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം? സത്യത്തിൽ കരിങ്കൊടി കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം ഇവരുടെ മനസ്സ് കല്ലായിപ്പോയി. മനുഷ്യത്വം ഇവർക്ക് അടുത്തുകൂടെ പോലും പോയിട്ടില്ല. അങ്ങനെയുള്ളവരെടുത്ത് എന്ത് തരത്തിലുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഇവരെ തിരിച്ച് വീണ്ടും മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവരിക? സാധ്യമല്ല. ഭീകരവാദികളെക്കാൾ ക്രൂരമായ മാനസികാവസ്ഥയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് 52 വെട്ടുവെട്ടി ഒരു മനുഷ്യനെ കൊല്ലുവാനുള്ള രീതിയിൽ ഇവരുടെ പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് ശേഷി കിട്ടിയത്. അത്രമാത്രം മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ ആയി മാറും ഇവരുടെയൊക്കെ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ച എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് മന്ത്രിയുടെ ഈ വ്യാഖ്യാനം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.